ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൂഫ്. അപ്പൊ ഇത് നമ്മളെന്താ തൊട്ട് മുമ്പ് ചെയ്തതിൻ്റെ അത്രയും ഒരു പാട് വരുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. നമുക്ക് നോക്കാം. ഓക്കെ, തിയറം നോക്കിയേ. തിയറം ലെറ്റ് GCD ഓഫ് A, B is equal to D. എയുടെയും ബിയുടെയും GCD D ആണ്. അങ്ങനെയാണെങ്കിൽ then GCD ഓഫ് A/D, B/D is equal to 1. അങ്ങനെയാണെങ്കിൽ GCD ഓഫ് A/D, B/D എന്താണ്? 1 ആണ്. അടുത്തത് GCD ഓഫ് A, A-B is equal to D. ക്ലിയർ അല്ലേ? എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ A/Dയുടെയും B/Dയുടെയും GCD എന്തായിരിക്കും? 1 ആയിരിക്കും. കൂടാതെ A-Bയുടെ GCD D ആയിരിക്കും. ഇതാണ് തിയറം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തേന്റെ പ്രൂഫ് നോക്കാം. ഒന്നാമത്തേന്റെ പ്രൂഫ് കണ്ട, GCD ഓഫ് A/D, B/D 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെറ്റ് GCD ഓഫ് A/D, B/D is equal to D dash. കണ്ട, GCD ഓഫ് A/D, B/D D dash എന്ന് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് കാണിക്കേണ്ടത്? ടു ഷോ ദാറ്റ് D dash is equal to 1 അല്ലെ? D dash 1 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. കണ്ട, അത് ഇവിടെ 1, ഇവിടെ നമ്മൾ D dash എടുത്ത്. അപ്പൊ D dash is equal to 1 എന്ന് നമുക്ക് കാണിക്കണം. ക്ലിയർ അല്ലേ? D dash 1 എന്ന് കാണിക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയിടാം. ഞാൻ GCD ഓഫ് A/D, B/D എന്തെന്നെടുത്ത്? D dash എന്നെടുത്തില്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലേ? D dash is a common factor of A/D and B/D. കേട്ടോ, A/Dയുടെയും B/Dയുടെയും GCD ആണ് D dash. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? D dash is a common factor of A/D and B/D എന്ന് വെച്ചാല് A/D എനിക്ക് D dash കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. B/Dയെയും എനിക്ക് എന്താണ്? D dash കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പം എനിക്കിവിടെ കിട്ടുന്നത് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുമല്ലോ. ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടും അല്ലേ? ഇവിടെ A/Dയുടെയും B/Dയുടെയും GCD ആണ് ഈ D dash. അതുകൊണ്ട് എനിക്ക് എന്താ? രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം GCD എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. GCD എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത്? ഒരു വാല്യൂ കിട്ടും. അത് ഞാൻ L എന്നെടുക്കാം. ഇവിടെ കിട്ടുന്നത് M എന്നെടുക്കാം. ഇസ് ഈക്വൽ ടു M. ഓക്കെ, ഇസ് ഈക്വൽ ടു M. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? A/D ഇസ് ഈക്വൽ ടു LD dash. കണ്ട, ഈ D ഡാഷിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ അതുപോലെ ആൻഡ് B/D ഇസ് ഈക്വൽ ടു MD dash. കണ്ട, ഈ D ഡാഷിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടത്തില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. A ഇസ് ഈക്വൽ ടു LD dash D. കണ്ട, ഈ ഡിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻഡ് B ഇസ് ഈക്വൽ ടു MD dash D. ഈ ഡിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെ എഴുതാലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇവിടെ നോക്കിയിടാം D dash D. ഇവിടെയും D dash D ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് പറയാം? D dash D is a common factor of
ബോത്ത് എ ആൻഡ് ബി, ബോത്ത് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണ് ഡി ഡി ഡാഷ്. കണ്ടോ ഇവിടെ നോക്കിയേ, എ ഇസ് ഈക്വൽ ടു എൽ ഡി ഡാഷ് ഡി, ബി ഇസ് ഈക്വൽ ടു എം ഡി ഡാഷ് ഡി. ഇവിടെ എന്താണ് ഡി ഡാഷ് ഡി ഉണ്ട്. അപ്പം ഡി ഡാഷ് ഡി ഇസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണ് ഡി ഡാഷ് ഡി. ഓക്കെ, കോമൺ ഫാക്ടർ ആണ് ഡി ഡാഷ് ഡി. ഇനി നോക്കിയിടാം, നമ്മളിവിടെ എടുത്തായിരുന്നല്ലേ ലെറ്റ് ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ഡി. എയുടെയും ബിയുടെയും ജി സി ഡി അല്ലെ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണ്? ഡി ആണ്. ഈ ഡി ഡാഷ് ഡി എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ, അല്ലെങ്കിൽ കോമൺ ഡിവൈസർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാടാ, ആ ഡി ഡാഷ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറയാൻ പറ്റത്തില്ലേ? ഡി എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ കോമൺ ഡിവൈസർ ആണ് ഡി. ഡി ഡാഷ് ഡി എന്ന് പറയുന്നത് ഒരു കോമൺ ഡിവൈസർ ആണ്. അപ്പൊ ഈ ഡി ഡാഷ് ഡി എന്താണ്? ഡിനേക്കാൾ ചെറുതായിരിക്കത്തില്ലേ, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കത്തില്ലേ? ഇനി മനസ്സിലായില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ 12 6 ഇതിന്റെ ജി സി ഡി എന്താണ്? ജി സി ഡി ഓഫ് 12 and 6 എത്രയാടാ? 12 and 6 എന്ന് പറയുന്നത് 6 അല്ലെ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 6 ആണ്. ഇനി 12ന്റെയും 6ന്റെയും ഒരു ഫാക്ടർ എടുക്കാം. 12ന്റെയും 6ന്റെയും ഫാക്ടർ ആണ് 2. 12ന്റെയും 6ന്റെയും ഫാക്ടർ ആണ് 2. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? കോമൺ ഫാക്ടർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പൊ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എഴുതി. അതുപോലെ ഡി എന്താണ്? ഇവിടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. ഡി ഡാഷ് ഡി എന്ന് പറയുന്നത് ഒരു കോമൺ ഡിവൈസർ ആണ്. അപ്പൊ എനിക്ക് ഡി ഡാഷ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? ഈ ഇൻഇക്വാലിറ്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എഴുതാവേ. അല്ലെങ്കിൽ എന്താ മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഞാൻ എന്താ ഇവിടെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പൊ ഫൈനലി എനിക്ക് എന്ത് കിട്ടും? ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കിയിടാം, ജി സി ഡി ഓഫ് എ ബൈ ഡി കോമ ബി ബൈ ഡി ഇസ് ഈക്വൽ ടു ഡി ഡാഷ് അല്ലെ. ഡി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ജി സി ഡി ആണ്. ഡി ഡാഷ് എന്താണ്? ജി സി ഡി ആണ്. ജി സി ഡി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേടാ? ജി സി ഡി എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ജി സി ഡി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. പോസിറ്റീവ് ഇൻറ്റീജർ ആണ്, 0 ആകത്തില്ല. 0നേക്കാൾ വലിയ ഇൻറ്റീജർ. ഫോർ എക്സാമ്പിൾ ഏതൊക്കെ വരാം? ജി സി ഡി എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര. ജി സി ഡി എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. ജി സി ഡി എന്താണ്? നാച്ചുറൽ നമ്പർ. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി വന്നാൽ ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഡി ഡാഷ് എന്ന് പറയുന്നത് ഒരു ജി സി ഡി ആണ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 1, ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? എന്ത് കിട്ടി? ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore ജി സി ഡി ഓഫ് എ ബൈ ഡി കോമ ബി ബൈ ഡി ഇസ് ഈക്വൽ ടു 1. കണ്ട, ഡി ഡാഷ് 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രൂഫായി. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്യുക? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് എഴുതി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഡി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത പേജിൽ എഴുതാം. രണ്ടാമത്തെ പ്രൂഫ്. അപ്പൊ അതിനായിട്ട് ഞാൻ എടുക്കാൻ പോണോ നോക്കിയോണേ. ലെറ്റ് ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി
ഇസ് ഈക്വൽ ടു ഡി ഡാഷ്. ഇതിനെ ഡി ഡാഷ് എന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഡി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്നത് ഇതാണ്. ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ഡി. നമുക്കറിയാവുന്നത് ഇതാണ്. ജി സി ഡി ഓഫ് എ കോമ ബി ഡി ആണ്. ഇത് നമുക്കറിയാം. ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ജി സി ഡി ഓഫ് എ കോമ ബി ഡി ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഡി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഡി ഡാഷ് എന്ന് എടുത്ത് ലെറ്റ് ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഡി ഡാഷ് എന്ന് എടുത്ത്. ഓക്കെ, ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഡി ഡാഷ്, ഇവിടെ ഡി. അപ്പൊ നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്? ടു ഷോ ദാറ്റ് ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി അല്ലെ. ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഇത് ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഇൻഇക്വാലിറ്റി ഇവിടെ ഫോം ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആൻഡ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഡാഷ്. ഇത് രണ്ട് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇത് രണ്ടെണ്ണം കണ്ടുപിടിച്ചാൽ ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ആൻഡ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഡാഷ്, ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, അത് രണ്ടും കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് നമുക്കറിയാം അല്ലേ? ഇത് നമുക്കറിയാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ലെറ്റ് ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഡി ഡാഷ് എന്ന് എടുത്ത്. ഇതും നമുക്കറിയാവുന്ന കേസാണ്. നമ്മൾ ലെറ്റ് എടുത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് അത് അറിയാവുന്നതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ജി സി ഡി ഓഫ് ഒന്നോടെ എഴുതിക്കോ. എ കോമ ബി ഇസ് ഈക്വൽ ടു ഡി. ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ഡി. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? ഡി ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണ് ഡി എന്ന് പറയുന്നത്. ജി സി ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് കോമൺ ഫാക്ടർ ആണല്ലോ. ജി സി ഡി എന്ന് പറയുന്നത് എന്താ? കോമൺ ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഡി ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് ബി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോമൺ ഫാക്ടർ എന്ന് പറയുമ്പം എനെ നമുക്ക് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എ ബൈ ഡി സം എന്ത് കിട്ടും? എം കിട്ടുമെന്ന് ഓർത്തോ. ആൻഡ് ബി ബൈ ഡി ഇസ് ഈക്വൽ ടു എൻ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വാല്യൂ കിട്ടുമല്ലോ. ഇവിടെ എം എൻ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എം ഡി ആൻഡ് ബി ഈസ് ഈക്വൽ ടു എൻ ഡി. ഓക്കെ അല്ലേ? ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എ മൈനസ് ബി എന്ന് കണ്ടുപിടിക്കാം. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എം ഡി മൈനസ് എൻ ഡി. എന്തുവരടാ? ഡി കോമൺ അല്ലേ? അപ്പൊ നമുക്ക് എം മൈനസ് എൻ ഇൻറ്റു
ഡി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എ മൈനസ് ബി എന്താണ്? എം മൈനസ് എൻ ഇൻറ്റു ഡി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, എ ഈസ് ഈക്വൽ ടു എം ഡി, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ ഇൻറ്റു ഡി. കണ്ട, ഇവിടെ ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡി ഈസ് എ കോമൺ ഡിവൈസർ. ഡി ഈസ് എ കോമൺ ഡിവൈസർ അല്ലെങ്കിൽ കോമൺ ഫാക്ടർ എന്ന് പറയാം. കോമൺ ഡിവൈസർ ഓഫ് ബോത്ത് എ ആൻഡ് എ മൈനസ് ബി. എയുടെയും എ മൈനസ് ബിയുടെയും കോമൺ ഡിവൈസർ ആണ് ഡി. കാരണം എന്താ? ദേ ഇവിടെ ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം, ഇവിടെ നോക്കിയടാ, എ കോമ എ മൈനസ് ബിയുടെ ജി സി ഡി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഡി ഡാഷ് ആണ്. ഇവിടെ നമുക്ക് എ കോമ എ മൈനസ് ബിയുടെ ഒരു കോമൺ ഡിവൈസർ കിട്ടി, ഡി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലേ? ഡി എന്ന് പറയുന്നത് തിരിച്ച് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഡാഷ്. ഡി ഡാഷ് എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്, വലിയ ആളാണ്. ഡി എന്ന് പറഞ്ഞ ചെറിയ ആളാണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഡാഷ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ കിട്ടി. കേട്ടാ, ഇത് കിട്ടി, ഈ കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ആദ്യം നമ്മൾ ഇവിടെ എടുത്തെന്താണ്? ജി സി ഡി ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു ഡി എന്നെടുത്ത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ഡി ഡാഷ് എന്നെടുക്കാം. ഇവിടെ എഴുതാവേ, ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ഡി ഡാഷ് അല്ലേ? ഡി ഡാഷ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഡി ഡാഷ് ഈസ് എ കോമൺ ഡിവൈസർ ഓഫ് ബോത്ത് എ ആൻഡ് എ മൈനസ് ബി. ഓക്കെ, അറിയാലോ നമ്മൾ എന്താണ് കഴിഞ്ഞ ഇത് നോക്കിയതാണ്. ഓക്കെ, കോമൺ ഡിവൈസർ ആണ്. അപ്പം എ ബൈ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ആൽഫ എന്നെടുക്കാം. വേറൊരു വാല്യൂ ആണ് ആൽഫ. ആൻഡ് എ മൈനസ് ബി ബൈ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ബീറ്റ. അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ആൽഫ ഡി ഡാഷ് ആൻഡ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബീറ്റ ഡി ഡാഷ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എ മൈനസ് ബി, എയിൽ നിന്നും എ മൈനസ് ബി സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ആൽഫ ഡി ഡാഷ് മൈനസ് ബീറ്റ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഡാഷ്. ഓക്കെ അല്ലേ? ഇതെന്ത് വരും? എ മൈനസ് എ പോകും, ബാക്കി മൈനസ് ഓഫ് മൈനസ് ബി എന്ന് പറയുന്നത് ബി എന്ന് കിട്ടും. അപ്പൊ ബി ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഡി ഡാഷ്. ഓക്കെ, ഇനി ഇത് നോക്കിയേ, ബി ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഡി ഡാഷ് ആൻഡ് എ ഈസ് ഈക്വൽ ടു ആൽഫ ഡി ഡാഷ്. കണ്ട, എ ഈസ് ഈക്വൽ ടു ആൽഫ ഡി ഡാഷ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഡി ഡാഷ്. ഇതിൽ നിന്ന് എന്ത് പറയാം? ഡി ഡാഷ് ഈസ് എ കോമൺ ഡിവൈസർ അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത്
എ ആൻഡ് ബി, എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണ് ഡി ഡാഷ്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയടാ, നമുക്കറിയാവുന്ന കാര്യം നോക്കിയേ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം അറിയാവുന്ന കാര്യം എന്താണ്? അറിയാവുന്ന കാര്യം നോക്കിയേ, ജി സി ഡി ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ഡി. എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഡി ആണ്. എയുടെയും ബിയുടെയും ഒരു കോമൺ ഫാക്ടർ ആണ് ഡി ഡാഷ്. അപ്പൊ എങ്ങനെ എഴുതാം? ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ഓക്കെ അല്ലേ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇത്, ഡി ഡാഷ് ഒരു കോമൺ ഫാക്ടർ. അപ്പൊ ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് എഴുതാം. കണ്ടാ, അടുത്ത കണ്ടീഷൻ കിട്ടിയില്ലേ? നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഡാഷ് എന്ന് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? therefore ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി, ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി, ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? നോക്കിയാൽ നമ്മൾ ആദ്യം എന്താ എടുത്തത്? ലെറ്റ് ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഡി ഡാഷ് എന്ന് എഴുതി. ഡി ഡാഷിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഡി എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും? therefore ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. കണ്ട, പ്രൂവ് ചെയ്ത് കിട്ടിയില്ലേ? നോക്കിയേ, ജി സി ഡി ഓഫ് എ കോമ എ മൈനസ് ബി ഡി എന്ന് കിട്ടി, പ്രൂവ് ചെയ്ത്. ഓക്കെ അല്ലേ? സെറ്റ്.